പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നവംബർ 27 വ്യാഴാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ എൻ്റെ മക്കളെ, നിങ്ങൾ ആശീർവാദത്തിൽ ആലംബിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ അത്രയും പഠിക്കുക. ബാക്കി കൃപാസ്ഥാന മാതാവ് നിങ്ങളുടെ വീട്ടിൽ വരും. നിങ്ങളുടെ എല്ലാ പോരായ്മകളെ അമ്മ പരിഹരിക്കുന്ന എത്രയോ സാക്ഷ്യങ്ങൾ നമുക്കുണ്ട്. കർത്താവെ, ജീവിതമാർഗം മുട്ടിപ്പോയവരുണ്ട്, വീട് സ്ഥലവും ഇല്ലാത്തവരുണ്ട്, വിവാഹം ഒത്തുവരാത്തവരുണ്ട്, മക്കൾ ദുർനടപ്പിൽ പോയിട്ട് വേദനിക്കുന്നവരുണ്ട്. എല്ലാ മേഖലകളിലും എന്തെല്ലാം വേദന നീ അനുഭവിക്കുന്നുണ്ടോ അവിടെ എല്ലാം ഈ ദിവസം കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. നീ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കർത്താവ് ആശീർവദിക്കട്ടെ. നീ ഒപ്പിടുന്ന രേഖകളെ കർത്താവ് ആശീർവദിക്കട്ടെ.
നീ ലോൺ എടുക്കാൻ പോവുകയോ സാമ്പത്തിക വിഷയങ്ങൾ സംസാരിക്കാൻ പോവുകയോ ചെയ്യുന്ന ഇടങ്ങളിൽ കർത്താവ് നിനക്ക് തുണ വരട്ടെ. കർത്താവ് ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി മക്കൾ ഒരുങ്ങാൻ പോവുകയാണ് ഈശോയെ. ആത്മാർത്ഥമായി പഠിക്കുന്ന മക്കളുണ്ട് ഈശോയെ. പഠിച്ചിട്ട് കയറാത്ത മക്കളുണ്ട്, പഠിക്കാൻ പറ്റാത്തവരുണ്ട് ഈശോയെ. വീട്ടിലെ സ്ഥിതി കാരണം മനസ്സ് മരവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ജ്ഞാനമില്ലേ, ദൈവജ്ഞാനം, മാതാവിന് സിസ്റ്റർ പുസ്തകമൊക്കെ പറയത്തില്ലേ, ജ്ഞാനം എന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ മനസ്സ് പ്രീലോഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ദൈവത്തിൻ്റെ മനസ്സ് എന്ത് കറണ്ടിൽ അതിലെന്താണ് ഫ്ലോ ചെയ്യുന്നത് അത് നമുക്ക് ലൂപ്പ് ചെയ്ത് ടാപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ പൗലോസ് അത് കുറേ നാൾ പ്രെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ജ്ഞാനവരം കിട്ടും. അപ്പോൾ അതെന്താ പൗലോസ് പറയുന്നുണ്ടേ, ഞങ്ങളാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നെന്ന്. അതാണ് ജ്ഞാനം എന്താണ്. 1 Corinthians 2:16 കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സറിഞ്ഞവൻ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു. ഇതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളെ അനുഭവജ്ഞാനമല്ല. ഇപ്പം ചില അനുഭവം ഉണ്ടാക്കുന്നു. പ്രായോഗികമായി ജ്ഞാനത്തിൽ കുറേ പരിചയം കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ഒരു നോഹവ് കിട്ടുന്ന ജ്ഞാനസൂത്രം അതല്ല, അത് ഭൗതികമായി. ആധ്യാത്മിക ജ്ഞാനം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നതാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സെന്ന് പറയുമ്പോൾ ദൈവം ആത്മാവാകുന്നു, ദൈവത്തോട് യോജിക്കുന്നവൻ ആത്മാവിനോട് യോജിക്കുന്നു. ഇപ്പം നമ്മൾ ഈ വചനത്തിൽ അധിഷ്ഠിതമായി ജീവിച്ച് കഴിയുമ്പോൾ ഒരു ആധ്യാത്മിക വ്യാപാരമാണത്. ആ വ്യാപാരത്തിലൂടെ ദൈവത്തിൻ്റെ മനസ്സുമായിട്ട് നമ്മൾ ആത്മാവുമായിട്ട് നമ്മൾ യോജിക്കുന്നു. 1 Corinthians 6:17 കർത്താവുമായി സംയോജിക്കുന്നവൻ. അപ്പോൾ അത് സാധ്യമാണത്. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏകാത്മാവായി തീരുന്നു. അതെ, ഏകാത്മാവായി തീരുന്നു. കാര്യം എന്താ വെച്ചാൽ ദൈവം ആത്മാവായത് കൊണ്ടാണ്. അപ്പം അതിൻ്റെ വിഷയത്തിൽ അപ്പം നിങ്ങൾക്കത് ഏകാത്മാവായി തീരണമെങ്കിൽ ഓക്സിജൻ വലിച്ചു വിടണമെന്ന് ചോദിക്കും. ചില ആൾക്കാർ യോഗ എടുത്തിട്ട് വലിച്ചു കയറ്റിയിട്ട് കർത്താവ് അകത്ത് കയറിയിരിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് പുറത്ത് പോകണം പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത്. അതേ അഭ്യാസം, നിരഭ്യാസം. അങ്ങനെ എന്തുമാത്രം തലമുറകൾ പറ്റിക്കപ്പെട്ട് ശരിക്കാം. അതല്ല സംഭവം. യോഹന്നാൻ 4:24 ദൈവം ആത്മാവാണ്. ഓക്കെ, ഇനി ഈ ആത്മാവ് നമ്മുടെ ആത്മാവുമായി ചേർന്നിട്ട് മധ്യസ്ഥം വഹിക്കുന്നതിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. റോമ 8:27 ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിന്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. ആത്മാവ് ദൈവഹിതം അനുസരിച്ചാണ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. ഇനി രസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദൈവഹിതം അനുസരിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നയിക്കപ്പെടുന്നില്ലേ, അതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. 8:14 റോമ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവര് ദൈവത്തിന്റെ പുത്രന്മാരാണ്, ദൈവത്തിന്റെ മക്കളാണ്. അപ്പം ദൈവാത്മാവ് നയിക്കപ്പെടുന്ന വെച്ച് കഴിഞ്ഞാൽ ആത്മാവ് നേരത്തെ നമ്മൾ കണ്ട് ദൈവഹിതം അനുസരിച്ചാണ് ദൈവത്തിൻ്റെ ഇംഗിതം മനസ്സിലാക്കി മധ്യസ്ഥം വഹിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഇംഗിതം അനുസരിച്ച് എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ ഹിതം എവിടെ നിന്ന് കിട്ടും? നമുക്ക് വചനത്തിൽ നിന്ന് കിട്ടും, പാരമ്പര്യത്തിൽ നിന്ന് കിട്ടും, പിന്നെ സഭയുടെ പ്രബോധനങ്ങളിൽ നിന്ന് കിട്ടും, സുപ്പീരിയേഴ്സിൻ്റെ വഴിനടത്തലിൽ നിന്ന് കിട്ടും. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ദൈവഹിതം നമുക്ക് കിട്ടും. അപ്പോൾ അത് വഴി തന്നെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് ദൈവാത്മാവ് നയിക്കപ്പെടുന്നവർ. ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഇങ്ങനെ വരുമ്പോൾ എന്താ വിഷയം വെച്ച് കഴിഞ്ഞാൽ
ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവർ ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ, ലെവലിലേക്കല്ല, ആ ഒരു ലെവലിൽ നമ്മൾ ആധ്യാത്മികത ക്രമീകരിക്കണമെങ്കിൽ നമുക്ക് ഫസ്റ്റായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടാകണം. എന്നേ ഉള്ളൂ. പരമാവധി ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ബയോ വേസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ബയോ വേസ്റ്റ് വായിക്കില്ലേ, ഇപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റ്, പിന്നെ ബയോ വേസ്റ്റ്, മനുഷ്യനുണ്ടാക്കുന്ന വേസ്റ്റുകൾ, ചോറ്, അതേപോലെയുള്ള എല്ലാ സംഭവങ്ങളും, അതായത് അലിഞ്ഞു പോകുന്ന മിനറൽസും എല്ലാം അടങ്ങിയിട്ടുള്ള ബയോ വേസ്റ്റുകൾ. ഈ ബയോ വേസ്റ്റുകളെ അതുപോലെ തന്നെ ആധ്യാത്മിക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ബയോ വേസ്റ്റുകളുണ്ടാകും. പ്രാർത്ഥന ഏറ്റവും വലിയ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ജ്ഞാനമെന്ന് പറയുന്നത്, പ്രാർത്ഥിക്കാനുള്ള ഒരു മനുഷ്യൻ്റെ ദൈവഹിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ്റെ ആധ്യാത്മികതയാണ് പ്രാർത്ഥന ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പ്രാർത്ഥന ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ ഗുണം വെച്ച് കഴിഞ്ഞാൽ ബയോ വേസ്റ്റുകൾ കുറക്കാൻ പറ്റും. ഇപ്പം ചില ആൾക്കാർ ഒരു സമയത്ത് കട തുടങ്ങി. അപ്പം എനിക്കൊരു മനുഷ്യനറിയാം. ആ മനുഷ്യൻ ആദ്യം കട തുടങ്ങി, പീഡിയക്കട. അത് 5-6 കൊല്ലം നാട്ടുകാർ, എൻ്റെ നാട്ടിൻപുറത്തൊക്കെ അറിയാടിയാണ്. അത് നാട്ടുകാർ കൊണ്ടുപോയി പറ്റുപുസ്തകം ബാക്കിയും കട അടക്കുകയും ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഇത് തുടങ്ങി. അതാണ് പീഡിയക്കട ചായക്കടയാക്കി. അത് 5-6 കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളി അത് കുറേ നാട്ടുകാർ കൊണ്ടുപോയി. പുള്ളി കടത്തിലായി. പിന്നെ പുള്ളി കൃഷി ചെയ്ത്, പിന്നെ പുള്ളി പന്നി വളർത്തൽ ചെയ്ത്, ഇങ്ങനെ ഓരോരോ ജോലികൾ ഇങ്ങനെ ചെയ്ത് ഇതിനകത്ത് എല്ലാം അവസാനപരമായി ബയോ വേസ്റ്റ് കൂടും. റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കടക്കാരാകുകയും കട തന്നെ കിടക്കുകയും ചെയ്യും. ഇപ്പം ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ നമ്മളെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ക്രിസ്ത്യൻസ് ആണെന്നൊക്കെ പറഞ്ഞാലും നോൺ ക്രിസ്ത്യൻസിൻ്റെ രീതിയിലാണ് നമ്മൾ വിഷയങ്ങളെ സമീപിക്കുന്നത്. അപ്പോൾ ഈശോ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഈ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുക എന്ന ഒരു വിഷയമുണ്ടല്ലോ, അതെന്ന് പറയണത് നമ്മൾ ഇപ്പോൾ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി നീ ഉപദേശിക്കുന്നില്ലേ, വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. ഇതെല്ലാം ഒരുമിച്ച് വായിക്കേണ്ട സംഭവമാണ്. സങ്കീർത്തനം 32:8. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. അപ്പൊ ഉപദേശിക്കാന്ന് കർത്താവ് പറഞ്ഞപ്പോ നമ്മളെന്താ പറയണത്? എനിക്ക് നിന്റെ ഉപദേശമൊന്നും വേണ്ട, എൻ്റെ ഉപദേശം നീ കേട്ടാൽ മതി എന്നാണ് പ്രാർത്ഥനയിൽ പറയണത്. നമ്മൾ ഈ പ്രാർത്ഥനയിൽ നമ്മൾ ഓരോ കാര്യം ദൈവത്തിന് വെക്കത്തില്ലേ? കാര്യം ദൈവം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിൻ്റെ മുഖത്ത് നോക്കിയിട്ട് നീ നടക്കേണ്ട വഴി ഞാൻ പറഞ്ഞുതരാം, നിൻ്റെ മക്കളെ എവിടെ പഠിപ്പിക്കണം, നീ എന്ത് ചെയ്ത് ജീവിതം പോറ്റണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മളെന്താ പറയണത്? എനിക്ക് വലിയ ഉപദേശം കേൾക്കണ്ട, എൻ്റെ ആൻറ്റിയുടെ മോളെ കാനഡയിൽ പോയി, എനിക്ക് അവിടെ പോയാൽ മതി എന്നാ പറയണത്. അപ്പം എൻ്റെ ഉപദേശം നീ കേട്ടാൽ മതി എന്നാ പറയണത്. ഇത് അങ്ങനെ ഒരു ജഡിക ലോകമുണ്ട്. ശരിക്കും ഇവർ ബയോ വേസ്റ്റ് ഉണ്ടാക്കും. അവർ കുറച്ച് കഴിഞ്ഞാൽ നിലയം പിടിച്ച് വരും. കാനഡ അവർ ഏജൻറ്റ് 4 ലക്ഷം പറ്റിച്ചുകൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞിട്ട് വരും. അതാണ് ബയോ വേസ്റ്റ് എന്ന് പറയണത്. അവിടെ ചെന്ന് പറഞ്ഞു, അയ്യോ വിസ പുതുക്കി കിട്ടണില്ലെന്ന് പറയും. പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവർ വിസ പുതുക്കത്തില്ല, നാട്ടിൽ വന്ന് പെട്ടിക്കട തുടങ്ങേണ്ടി വരും. അതാണ് ബയോ വേസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ആദ്യമേ തന്നെ പ്രാർത്ഥനാ ജീവിതത്തിന് ഈ നമ്മളിങ്ങനെ കുറേ പ്രോജക്റ്റുകൾ ഉണ്ടാക്കിയതിന് ശേഷം അത് മൂവ് ചെയ്യാൻ വേണ്ടിയാണ് ദൈവത്തോട് പറയണതേ. മറിച്ച് നമ്മൾ ആദ്യമേ തന്നെ പ്രെയർ ചെയ്ത് പോകുമ്പോൾ നീ നടക്കേണ്ട വഴി, ഇപ്പോൾ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേട്ടാൽ മതിയാവും. ഓരോ മനുഷ്യനെ ദൈവം എങ്ങനെ എത്ര സുന്ദരമായ രീതിയിലാണ് ഗൈഡ് ചെയ്യണമെന്നുള്ളത്, എത്ര സുന്ദരമായ രീതിയിലാണ് ഗൈഡ് ചെയ്യണത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഞാൻ കേട്ടതേ, ഇവരാണ് എന്താണ് ഫിസിയോതെറാപ്പിസ്റ്റാണ്. അവർ 3 ഏജൻറ്റുമാർക്ക് പൈസ കൊടുത്ത്
1 കൊല്ലം കാത്തിരുന്ന് വേസ്റ്റായി. അതാണ് ബയോവേസ്റ്റ് എന്ന് പറയുന്നത്. ആത്മീയമായ ഭാഷ ബയോവേസ്റ്റ്. അതാണ് കാശ് പോയില്ലേ, ദിവസം മുഴുവൻ, ആ 1 വർഷം മുഴുവൻ പോയി. അത് ബയോവേസ്റ്റ്. അപ്പോൾ ഇവരെന്നാ ചെയ്യുന്നത്? ഇവർ ഉടമ്പെടുത്ത ആൾ തന്നെയാണ്. പക്ഷെ ഇവർ പറയണത്, ഞാൻ ഒരു സാക്ഷ്യം കേട്ടപ്പോഴേക്കും മനസ്സിലായി ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ, ഞാൻ വേറെ എന്തെല്ലാം കണ്ടൻറ്റുകൾ ഞാൻ കണ്ട് സമയം കളയണം. അപ്പോൾ സാക്ഷ്യം കേട്ടപ്പോഴേക്കും മനസ്സിലായത് ഉടമ്പടി എങ്ങനെ ജീവിക്കേണ്ടതെന്ന്. പിന്നെ ഞാൻ സാക്ഷ്യങ്ങൾ മാത്രമേ കേൾക്കത്തുള്ളൂ. അപ്പോഴെനിക്ക് ഉടമ്പടി എങ്ങനെ ജീവിക്കേണ്ടത് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ കർത്താവ് എനിക്ക് ഏജൻസികൾ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ മാറ്റിയിട്ട് ഡയറക്റ്റ് എനിക്ക് ഫിസിയോതെറാപ്പിസ്റ്റിന് ആവശ്യമുള്ള ഹോസ്പിറ്റലുമായിട്ട് എന്നെ കണക്ട് ചെയ്തത്. അപ്പോൾ അതാണ് സംഭവം. 1 കൊല്ലം വേസ്റ്റ് ചെയ്തതാണ്. അതാണ് ബയോവേസ്റ്റ് എന്ന് പറയുന്നത്. 1 കൊല്ലം വേസ്റ്റായി. കർത്താവ് എന്നിട്ട് അവൾ പറഞ്ഞാൽ അപ്പം തന്നെ അവളെ പാക്ക് ചെയ്ത്. അത് സത്യസന്ധമായ, അവളെ ഉടമ്പടി എടുക്കാഞ്ഞിട്ടല്ല, ഉടമ്പടി ഉഴപ്പി ജീവിച്ചിട്ടാണ് ആ 1 കൊല്ലം അങ്ങനെ പോയത്. ഉടമ്പടി എടുക്കുന്നതിലല്ല, ഉഴപ്പാതിരിക്കുന്നതിലാണ് അതിൻ്റെ ബലമിരിക്കണത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമുക്കുള്ള ഓഫറിങ്ങിലാണത്, ഓഫറാണത്. എന്താണ്? ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി നിന്നെ ഉപദേശിക്കാം. പിന്നെ എന്താണ്? നടക്കേണ്ട വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാം, വരാനിരിക്കുന്ന കാര്യം നിനക്ക് പറഞ്ഞു തരാം. അതൊക്കെ എല്ലാം പറഞ്ഞ് ഇപ്പം ദൈവത്തിന് ഈ ഓഫർ, നമ്മൾ ചെരുപ്പ് മേടിക്കാൻ വരെ ഓഫർ നോക്കും. നമുക്ക് അടുത്ത ദിവസം അത് കാണാം.